ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 22, വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിയുടെ തിരുനാൾ. റോമിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച വിൻസെന്റ് പള്ളോട്ടി 1820 രൂപത വൈദികനായി. ദൈവശാസ്ത്രം പഠിച്ച് റോമിൽ തന്നെ അജപാലന പ്രവർത്തനങ്ങളിൽ മുഴുകി. ശ്ലൈഹിക പ്രവർത്തനങ്ങളിൽ എന്നും കിടപിടിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായച്ചിത്ത പ്രവൃത്തികളാണ്. കോളറ ബാധയുടെ വേളയിൽ സ്വന്തം ജീവൻ പണയം വച്ച് അനേകം രോഗികളെ ശുശ്രൂഷിച്ചു. പൗരസ്ത്യ സഭകളുടെ പുനരൈക്യത്തിനു വേണ്ടി എപ്പിഫനി അഥവാ പ്രത്യക്ഷീകരണ തിരുനാളിൻ്റെ 8ാം നാൾ ആചരിക്കാൻ തുടങ്ങി. നെപ്പോളിയന്റെ യുദ്ധങ്ങൾ ആത്മീയ ലോകത്ത് വരുത്തിവെച്ച കെടുതികൾ ഇല്ലാതാക്കാൻ അപ്പോസ്തലനായി ഉയർത്തപ്പെട്ട അദ്ദേഹം പ്രസംഗപീഠത്തിലും കുമ്പസാരക്കൂട്ടിലുമുള്ള ശുശ്രൂഷകൾ കാണുമ്പോൾ 2ാം ഫിലിപ്പിനേരി എന്ന പേര് പള്ളോട്ടിക്ക് സമ്മാനിച്ചു. മനുഷ്യ മനസ്സിന്റെ നിഗൂഢ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ദൈവം വിൻസെന്റിന് നൽകിയിരുന്നു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നവരുടെ മാനസാന്തരത്തിനായി കഴുമരത്തിനരികിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. ആഗോള സുവിശേഷ വൽക്കരണത്തിന് കത്തോലിക്ക പ്രേക്ഷിത സംഘം സ്ഥാപിച്ചു. പിന്നീടത് പള്ളോട്ടൻ സഭയായി മാറി. 1850 ജനുവരി 22 വിൻസെന്റ് പള്ളോട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു. 1963 ജനുവരി 20 ജോൺ 23 മാർപ്പാപ്പ വിശുദ്ധനെന്ന് പുകഴ്ത്തി. സഹനം കൂടാതെ വിശുദ്ധനാകാൻ കഴിയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ച വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി, ഞങ്ങളും ജീവിത സഹനങ്ങൾ ക്ഷമയോടെ സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.